മുളപ്പിച്ച ചെറുപയറും വാഴക്കൂമ്പും ചേർത്തുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണിന്ന്. അതിനുവേണ്ടി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇവ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. ഈ സമയം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം ചെറുപയർ ചേർത്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ഉപ്പ് ചേർക്കേണ്ടി വരും. കുറച്ച് സമയത്തിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഈ അല്പസമയം കൊണ്ട് തന്നെ വാഴക്കൂമ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഈ സമയം മുളപ്പിച്ച് വെച്ച ചെറുപയർ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലെടുത്തതാണിത്. പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇത് വാഴക്കൂമ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. മൂടി വെച്ച് വേവിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കാനുള്ള ചേരുവകൾ ചേർക്കാം. ചിരകിയ തേങ്ങയിലേക്ക് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം 1/2 ടീസ്പൂൺ ജീരകം ഇവ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒതുക്കിയെടുക്കുക. ഈ സമയം ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇവ രണ്ടും കൂടി യോജിച്ച് കഴിയുമ്പോൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരല്പസമയം മൂടി വയ്ക്കുക. ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തയ്യാറായി.